ചീസും ബ്രെഡും കൂടിയുള്ളൊരു കോമ്പിനേഷൻ ഭയങ്കര അല്ലേ. കുറച്ച് ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് നന്നായിട്ട് വേവിച്ചുടച്ചിട്ടേ അതിലേക്ക് കുറച്ച് സവോളയും കുറച്ച് പച്ചമുളകും കുറച്ച് മുളക് പൊടിയും ഒരു നുള്ള ഗരം മസാലയും അത്ര തന്നെ മല്ലിപ്പൊടിയും ചേർക്കും. ഉപ്പ് പിന്നെ നിർബന്ധം, അത് മറന്നു പോകണ്ട കേട്ടോ. പാകത്തിന് ചേർക്കണമെന്ന് മാത്രം. ഉപ്പെങ്ങാനും കൂടിപ്പോയി കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആവും കേട്ടോ. ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ടൊരു ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ സൈഡിലത്തെ ഇതൊക്കെ കട്ട് ചെയ്ത് കളയാം. അത് നമുക്ക് ആവശ്യമുണ്ട്, കളയണ്ട. ഇതിൻ്റെ ആവശ്യം എന്താണെന്ന് ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഇനി നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിക്സ് എടുത്തിട്ട് ബ്രെഡിൽ ഫുള്ളും ഫില്ല് ചെയ്ത് കൊടുക്കണം. ശേഷം അതിന് മുകളിലാണ് കേട്ടോ നമ്മൾ ചീസ് വയ്ക്കുക. എന്നിട്ട് വേറൊരു ബ്രെഡ് എടുത്തിട്ട് അതങ്ങനെ കവർ ചെയ്ത് കൊടുക്കുക. ഇനി ഈ വലിയ പീസിനെ നമ്മൾ 4 കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കും. മുറിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിച്ച് മുറിച്ചോളൂ. ആ പീസുകളൊന്നും പുറത്ത് പോകാൻ പാടില്ല. ചീസും അതിൻ്റെ ഉള്ളിലുള്ള പാറ്റേണും ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകാതെ തന്നെ അത് കട്ട് ചെയ്ത് കിട്ടണം. എന്നാലാണ് നമ്മൾ ഉദ്ദേശിച്ചുള്ളത് നടക്കുള്ളൂ കേട്ടോ. അതായത് നമ്മൾ ആദ്യം ഒന്ന് മുറിച്ചു, ശേഷം പിന്നെ രണ്ടാമത് വീണ്ടും മുറിച്ചു. അങ്ങനെ നമുക്കത് 4 പീസാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്താ ഒരു ഇരിപ്പല്ലേ, സാൻഡ്വിച്ച് ബൈറ്റ്സ് അങ്ങനെയാട്ടോ ഇതിന് പറയാം. ഇനി നമുക്ക് എണ്ണയിൽ പൊരിച്ചെടുക്കണം കേട്ടോ. നമ്മളിവിടെ വെളിച്ചെണ്ണ ആട്ടോ യൂസ് ചെയ്യണേ. ചട്ടി വെച്ചു, എണ്ണ വെച്ചിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് ചൂടാവട്ടെ. നന്നായിട്ട് ചൂടായതിന് ശേഷം ഇടാൻ പാടുള്ളൂ കേട്ടോ. ഇത് എന്താ സംഭവം ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ബ്രെഡ് കട്ട് ചെയ്തിട്ട് കളയരുതെന്ന്. അതന്നെ ബ്രെഡ് ക്രംസ്. ആ കട്ട് ചെയ്ത സംഭവം എടുത്തിട്ട് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇത് ഗോതമ്പ് പൊടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് മുട്ടയോ എന്താ പറയുക, പിന്നെ മൈദയോ ബാക്കി വേറെ എന്തിൽ വേണമെങ്കിലും നമുക്കത് ഇങ്ങനെ ബാറ്റൺ ഉണ്ടാക്കിയെടുക്കാം. ഇവിടെ ഉണ്ടായിരുന്നത് ഗോതമ്പ് പൊടിയാണ്. പിന്നെ നമ്മൾ ഗോതമ്പ് പൊടി എടുത്തു. അതിൽ നന്നായിട്ട് മുക്കിയതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് ക്രംസിൽ അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എല്ലാ ഭാഗത്തും എത്തണം കേട്ടോ. അതിങ്ങനെ ഫുള്ളും എല്ലായിടത്തും ആ ബ്രെഡ് ക്രംസ് വെച്ചിട്ട് കവർ ചെയ്തെടുക്കണം. ശേഷം അത് തിളച്ച എണ്ണയിലേക്ക് ഇടണം. ഇടുമ്പോൾ സൂക്ഷിച്ചോളൂ, എണ്ണ തെറിച്ചിട്ട് കൈയൊന്നും പൊള്ളണ്ട. ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും. പിന്നെയാണ് ടാസ്ക്. അത് ഒട്ടും പൊട്ടാതെ പതിയെ എടുത്തിട്ട് വേണം മറിച്ചിടാൻ വേണ്ടിയിട്ട്. അങ്ങനെ പെട്ടെന്നൊന്നും പൊട്ടില്ല, പക്ഷെ എന്നാലും സൂക്ഷിക്കണം. എടുത്തത് അങ്ങനെ തിരിച്ചിട്ട് 2 സൈഡും നന്നായിട്ട് മുരിച്ചെടുക്കണം. അങ്ങനെ ഇത് നമ്മൾ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാം പൊരിച്ചെടുത്തു. കൂട്ടത്തിൽ നമ്മളൊരു കട്ടൻ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കട്ടൻ ചായ പിന്നെ മസ്റ്റാണ്. എങ്ങനെയുണ്ടെന്ന് നോക്കണ്ടേ, നമുക്ക് പൊട്ടിച്ച് നോക്കാം കേട്ടോ. ഇതേണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. എന്നാൽ അത്യാവശ്യം നന്നായിട്ട് ക്രിസ്പി ആയിട്ടുണ്ട്. ആ ചീസൊക്കെ നന്നായി മെൽട്ടായിട്ട് നോക്കിക്ക് അടിപൊളിയായിട്ടുണ്ട് സംഭവം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യണേ.